CPI നേതാവ് ആനി രാജയുമായി നമ്മുടെ പ്രതിനിധി വിനീത വിജയ് സംസാരിക്കുന്നു. ഓവർ ടു ഡൽഹി. SKN ഇപ്പോൾ ആനി രാജ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ പിന്നീട് ആ ബംഗാൾ നടിയുടെ ഒരു വിവാദം അവർ 24നോടാണ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആനി രാജ CPI നേതാവ് അവർ നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ബംഗാൾ നടിയുടെ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതുമാണ്. ഇപ്പോൾ രഞ്ജിത്താണ് സംവിധായകൻ എന്ന തരത്തിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടി ഒരു നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു അന്വേഷണമോ ഒക്കെ ആ പരാതിന്മേൽ ആവശ്യമല്ലേ? അല്ല, നടപടി എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ള സ്ഥാനത്തല്ല ഞാൻ കാണുന്നത്. അദ്ദേഹം ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ആ ചെയർമാനെതിരായി ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു നടി വന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. അങ്ങനെ അതിനുവേണ്ടി ഒരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി അദ്ദേഹം ഈ രീതിയിലുള്ള കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ അതൊരു തെറ്റായ ആരോപണമാണ് എങ്കിൽ ആ ആരോപണം ഇത് കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ ജനതയുടെ മുഖത്തിന് ഏൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു തെറ്റായ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ അപ്പോൾ നമുക്ക് നടപടി സ്വീകരിക്കാം. ഇക്കാര്യത്തിൽ ഒരു പരാതി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത്ര നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അല്ല, അങ്ങനെ പരാതിയുടെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യം ഒരു ചെയർമാൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായിട്ട് ഇത്തരം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ അത് പരസ്യമായ പരാതിയാണ്, ആരുടെയെങ്കിലും കാതിൽ പറഞ്ഞതോ ഒന്നുമല്ല. അപ്പോൾ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പരാതി അന്വേഷിക്കുന്നതിന് പ്രത്യേകമായി അതൊരു സാഠ്യം ആ രീതിയിൽ പിടിക്കുന്നത് അതൊരു നല്ല സന്ദേശമല്ല ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായും ഇതിലെന്തോ ഉണ്ട്, ഇയാൾ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള ഒരു രീതിയിൽ അതിനെ കാണുന്നതിനും അതിന് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുള്ള വ്യാഖ്യാനം വരുന്നതിനും ഒക്കെ അത് വഴിതെളിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിലൊരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ടല്ല, ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സമയബന്ധിതമായ അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ കേരളത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച ആരോപിതക്കെതിരെ നടപടി വേണം. ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനും കൂടി ഉള്ളൊരു നടപടി കൂടി ഉണ്ടാകേണ്ടതല്ലേ ഈ റിപ്പോർട്ടിന്മേലൊക്കെ ആണെങ്കിൽ? അല്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുകയും അത്തരം വൃത്തികേടുകൾ, അത്തരം കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, അത് തുടരുന്നതിന് അല്ലെങ്കിൽ അത്തരം ഭാവിയിൽ അത് തടയുന്നതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇങ്ങനെ ചില പരാതികൾ വരുമ്പോൾ അതിന്മേൽ ശക്തമായ നടപടിയെടുക്കുന്നതിലൂടെ ഈ സമൂഹത്തിന് കൊടുക്കുക. തീർച്ചയായും ഈ ഘട്ടത്തിൽ നമ്മൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അല്ല, ഒരു ആരോപണം ആരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഇവരുടെ കൂടെ എന്നുള്ളതല്ല. ഇത്തരം ഒരു ആരോപണം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം എന്നുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ വലം നോക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അത് പാർട്ടികൾക്കകത്തായിരുന്നാലും അത് പാർട്ടിക്ക് വെളിയിലായിരുന്നാലും പൊതുസമൂഹത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും നിലപാടൊന്നേ ഉള്ളൂ. ആ നിലപാടെന്ന് പറയുന്നത് ആ വിഷയത്തിൽ അന്വേഷണം നടത്തി സമയബന്ധിതമായ അന്വേഷണം നടത്തുക. ഒരു പദവിയിലിരിക്കുന്ന ആളാണെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക. അപ്പോഴാണ് അതിനൊരു വിശ്വാസ്യത വരിക. ആ നടപടികളൊക്കെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ ഒരു നടപടി സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുമ്പോഴാണ് ഇവർ അല്ലെങ്കിൽ ആ നടപടി സ്വീകരിക്കേണ്ടവർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ള ഒരു വിശ്വാസം പൊതുസമൂഹത്തിനുണ്ടാവുക. തീർച്ചയായും SKN ഇതാണ് അനുരാജ പറഞ്ഞിരിക്കുന്നത്. ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണം. ഒപ്പം തന്നെ നീതിയുക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകണം. ഈ കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. SKN.